പുതിയങ്ങാടി ബീച്ച് റോഡ് തകർന്ന വർഷങ്ങളായെങ്കിലും അറ്റകുറ്റപ്രവൃത്തി നടത്താൻ നടപടിയില്ല. റോഡ് ഏതാണെന്ന് പോലും മനസ്സിലാക്കാത്ത വിധത്തിലാണ് തകർന്നിരിക്കുന്നത്. ശക്തമായ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് നാട്ടുകാർ. ലോക്കൽ പഞ്ചായത്താണ് ഞാൻ പറയുന്നത്. വോട്ടാകുമ്പോ ഈ നാട്ടിലെ ജനങ്ങളെല്ലാവർക്കും വേണം. എല്ലാവർക്കും ഒരു പട്ടികം വേണ്ട. നമുക്ക് അത്രയും രോഷമുണ്ട്. അവരെ കിട്ടിയെങ്കിൽ നമ്മൾ ഇട്ടിട്ട് പുഴുങ്ങിക്കൊടുക്കും. ഒന്നിക്ക് പഞ്ചായത്ത് വേണ്ട വെച്ച് പോവാം. എല്ലാവർക്കും റോഡ് നന്നാക്കാം. റോഡ് എന്ന് പറയാൻ കൂടി സാധിക്കാത്ത രീതിയിലാണ് പുതിയങ്ങാടി ബീച്ച് റോഡ് തകർന്നു കിടക്കുന്നത്. മാട്ടൂൽ ഭാഗത്തേക്ക് ഇതിലൂടെ എളുപ്പത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. വർഷങ്ങളായി റോഡ് അറ്റകുറ്റപ്രവൃത്തി നടത്തണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും യാതൊരു പരിഹാരവും ഇതുവരെ ഉണ്ടായിട്ടില്ല. മഴക്കാലത്ത് റോഡ് ചെളിക്കുളമാകും. ഇത്തവണയും മഴ പെയ്തതോടെ റോഡോ കുഴിയോ ഒന്നും മനസ്സിലാവാത്ത അവസ്ഥയിലായിരിക്കുകയാണ്. ബസ് ഉൾപ്പെടെ കടന്നുപോകേണ്ടത് ഈ റോഡിലൂടെയാണ്. നിരവധി ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. നാട്ടുകാരാണ് പലപ്പോഴും അപകടത്തിൽപ്പെടുന്നവരുടെ രക്ഷകരാവാറുള്ളത്. ഹോട്ടലാണ് ഇങ്ങനെ വന്നു കഴിഞ്ഞാല് ഓരോരാളും വീണു. ഞാൻ പിടിച്ചെഴുന്നേക്കും. പ്രായമുള്ളവര് 3-4 ആള് വീണ് കയ്യും കാലിലും പൊട്ടി. ഞാൻ എടുത്തു കൊടുത്തു, എണീച്ച് പൊന്തിച്ചു കൊടുത്ത് കാക്കലും ബാൻഡേജെല്ലാം ഇട്ടിട്ട് ഞാൻ കൊടുക്കും. പിന്നെ ഈ വർഷം ഇനിയും ഇതുപോലെ തന്നെ ആകുന്നു. എന്താ ഇതിനെ കൊണ്ടൊരു കാര്യമില്ല. ഈ റോഡിനെ കൊണ്ട് പഞ്ചായത്ത് ഭരിച്ചിട്ട് ഒരു കാര്യമില്ല. ബോട്ടിനാകുമ്പോ മാത്രം ഇവര് വരുന്നത്. ഇനിയിപ്പോ പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നുണ്ട്. ഒക്ടോബറിന് പഞ്ചായത്ത്, അത് കഴിയുമ്പോ മറ്റേ ഇലക്ഷൻ വരും, നിയമസഭ വരും. ഇതിനെല്ലാം വോട്ടാകുമ്പോ ഈ നാട്ടിലെ ജനങ്ങളെല്ലാവർക്കും വേണം. എല്ലാവർക്കും ഒരു പട്ടികം വേണ്ട. പഞ്ചായത്ത് ഒന്നിക്കും ഇത് നന്നാക്കാം. എല്ലാവർക്കും ഇലക്ഷൻ വെച്ച് ഇങ്ങോട്ട് വരണ്ട. ഞങ്ങൾ ഈ 12ാം വാർഡ് ബഹിഷ്കരിക്കും. 8ഓളം സ്വകാര്യ ബസ്സുകൾ ഇതുവഴി സർവീസ് നടത്തുന്നുണ്ട്. തങ്ങളുടെ പഞ്ചായത്തും സർക്കാരും അവഗണന കാണിക്കുകയാണെന്ന് പ്രദേശത്തുകാർ പറയുന്നു. പഞ്ചായത്തിന്റെ റോഡ് ശരിയാണോന്നില്ല ഒരു ഇതുമില്ല. അതിന്റെ സാധാരണ കാരണം ഒരുപാട് സ്കൂൾ കുട്ടികളെ നടന്നിട്ട് പോകുന്നുണ്ട്, ബസ്സും വരുന്നുണ്ട്, പിന്നെ മദ്രസയിലെ കുട്ടികൾ പോകുന്നുണ്ട്. ഇവിടെ ഈ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിനെല്ലാം നമ്മ ഈ വാർഡിലൊരു മെമ്പറാക്കുന്നത്. മെമ്പർ എന്തിനാ വാർഡിലെ പ്രശ്നങ്ങള് ജനങ്ങളോട് ചോദിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് അത് അവിടെ പോയിട്ട് അവതരിപ്പിക്കാനല്ലേ. പക്ഷെ വാർഡിലെ മെമ്പറിന് ഇതിനൊന്നും സമയമില്ല. അവർക്ക് മാസം അവരുടെ ശമ്പളം കിട്ടണം. രാവിലെ അവിടെ പോയി ഓഫീസിലിരുന്ന് ജോലിയെല്ലാം ആക്കി അവരുടെ മാസം ശമ്പളമായിട്ട് അവർ അങ്ങ് പോകണം. ജനങ്ങൾ ഒരു കാര്യം ചെയ്യുന്നില്ല. കാൽനടയാത്ര പോലും റോഡിലൂടെ അസാധ്യമാണ്. റോഡ് അറ്റകുറ്റപ്രവൃത്തി നടത്താത്തതിൽ ദുരിതത്തിലായതോടെ പ്രതിഷേധവുമായി റോഡിലേക്ക് ഇറങ്ങുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.